ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളൊരു ഈവനിങ് ആൻഡ് നൈറ്റ് ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു വ്ളോഗാണേ. ഞാൻ നെക്സ്റ്റ് ഒന്ന് പോയി വന്നതിന് ശേഷം എടുത്തൊരു വ്ളോഗ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ നിരത്തി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ എന്താ പറയുക, അത്തവും പത്തവും അവിടെയും ഇവിടെ ആക്കി എടുക്കണം. അങ്ങനെ എന്താ ആദ്യം എടുത്തത് തക്കാളി കേട്ടോ. തക്കാളിയൊക്കെ നമ്മൾ ഫസ്റ്റ് എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ തക്കാളി ഞാൻ തുടച്ചിട്ടാട്ടോ വെക്കണം, കഴുകിയിട്ടൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഒരു വലിയ ട്രേയിലല്ലേ ഇതുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് ചീഞ്ഞതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇതിലുണ്ട്. ഇതൊക്കെ നല്ല തക്കാളിയാണ്, ഞാൻ നോക്കി എടുത്തതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചാൽ കുഴപ്പമില്ല. ചിലപ്പോൾ ആ വെള്ളത്തോട് വെച്ച് നമുക്ക് പെട്ടെന്ന് ഒന്നും ഇങ്ങനെ മുട്ടുമ്പോൾ ചിലപ്പം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഓക്കെ ആക്കി എടുത്ത് വെച്ചു. ഇനി പൊടി ഐറ്റംസ് ഉണ്ട്, മൈദ, അതുപോലെ റവ, പിന്നെ കടലപ്പൊടി, അതൊക്കെ അതാ ഓരോരോ കുപ്പിയിലാക്കി വെക്കുക കേട്ടോ. ഇത് വല്ലാത്തൊരു പണിയാട്ടോ, കൊണ്ടുവരുന്നല്ലേ, ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനാണ് വലിയ പണി. അങ്ങനെ ഇതാ ഓരോരോ കുപ്പിയിലാക്കി വെക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, പാല്, തൈര്, മിൽക്ക് മെയ്ഡ്, അതേപോലെ അങ്ങനെ ചോക്ലേറ്റിൻ്റെ കുറച്ച് പൗഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് വെച്ച്, പിന്നെ ചിക്കൻ മസാല, മീറ്റ് മസാല, അങ്ങനത്തെ പൊടികളൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പം ഞാനന്ന് കുപ്പി കഴുകിയതുകൊണ്ട് ഈ പൊടീൻ്റെ പേരുകളൊക്കെ അതിൽ പറിച്ചെടുത്തിരുന്നു. അപ്പം ഞാൻ ഇത് ഇൻസുലേഷൻ ടാപ്പൊക്കെ എടുത്തിട്ട് ആ ചിക്കൻ്റെയൊക്കെ കവർമേലുണ്ടാവുമല്ലോ ചിക്കന്ന്, അപ്പം അതെടുത്തിട്ട് വെട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് വൈറ്റ് ഇൻസുലേഷൻ ടാപ്പില്ലേ, അത് വെച്ച് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടാണ്. അല്ലാതെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, എല്ലാം ഒരു കളർ തന്നെ ഉണ്ടാവുക. സാധനങ്ങളൊക്കെ താഴെയായിട്ട് വെച്ചിന് തണയുമ്പോൾ എന്തായാലും സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ ഇത് എന്താ പറയുക, ഓരോന്നിലേക്ക് ആക്കും വേണ്ടേ. അപ്പം ഇവിടെ വെച്ചാൽ ഒന്നും ശരിയാവില്ല. അപ്പം ഞാൻ താഴെ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് സെറ്റാക്കുക കേട്ടോ. പിന്നെ ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിക്കേക്കുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ കുറച്ച് കടച്ചക്ക കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കറി വെക്കാൻ വിചാരിച്ചു. അത് ഞാൻ നേരത്തെ മുറിച്ച് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇത് വിസിലടുപ്പിക്കണമെന്നൊന്നുമില്ല, എല്ലാവരും വേവ് കിട്ടും. അപ്പോൾ ഞാൻ ഒറ്റ വിസിലെടുക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ അത് അതിൻ്റെ അകത്തിട്ട്, പിന്നെ തക്കാളി, ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, കറിവേപ്പില അതും ഇട്ട്, പൊടി ഐറ്റംസ് ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി എന്താ പറയുക മുളക് പൊടിയും കുറച്ച് ബീഫ് മസാല ഇട്ടിട്ടോ. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ച്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ആദ്യമൊക്കെ വെച്ചാൽ എൻ്റെ പോലെ ഉപ്പൊക്കെ ഇങ്ങനെ പണിയൊക്കെ കയറി വരില്ലേ, ആ സമയത്തൊക്കെ കൊണ്ടുവരാനും. ഇപ്പം വെച്ചാൽ അങ്ങനെ കിട്ടലൊന്നുമില്ല കേട്ടോ. എൻ്റെ പുറകെ പോയാൽ അവിടെ അടുത്തത്തെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ പോയാലൊക്കെ അവിടെയൊക്കെ പോയി പറിച്ച് കൊണ്ടുവരുത്തലുണ്ട്. ഇത് കറി വെച്ചാൽ ശരിക്കും എന്താ പറയുക, ഇറച്ചിക്കറി വെച്ച പോലെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറിനെക്കാട്ടും ഇഷ്ടം ഈ കടിക്കാട്ടോ. ദോശക്കൊക്കെ, അതുപോലെ ഉഴുന്ന് ദോശക്കൊക്കെ നല്ല ടേസ്റ്റായിട്ടത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങ ചിരവി പിന്നെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ അരക്കണതിൻ്റെ അകത്ത്. അപ്പം തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് റെഡിയാക്കാണ്ട്, പിന്നെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ച് അവിടെയും ഇവിടെയും ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കറിയും കൂടെ ആക്കിയിട്ട് ചെയ്യാച്ചിട്ട്, ചിലപ്പോൾ പെട്ടെന്നേക്ക് മക്കൾ വിശക്കുന്നുണ്ട് പറയാം, അപ്പോൾ വേഗം ചോറ് കൊടുക്കാമല്ലോ. പിന്നെ ബാക്കി പിന്നെ സാവധാനം എന്താ പറയുക, ഒരു ഉറങ്ങിയിട്ടായാലും എനിക്ക് വെക്കാമല്ലോ വിചാരിച്ചു. അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടോ. അങ്ങനെ തേങ്ങ വറുക്കണേക്ക് കുറച്ച് എന്താ പറയുക ബീഫ് മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കറിവേപ്പിലയും ഇത്തിരി വലിയ ജീരകം ഇട്ടിട്ടോ. എന്നിട്ട് അതൊന്ന് വറുത്തെടുത്ത്, എന്നിട്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടോ. പിന്നെ അത് നേരെ നമ്മൾ എന്താ പറയുക കറിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കുക്കറിൽ നിന്ന് വേവിച്ചിട്ട് അതൊരു ചട്ടിയിലേക്ക് മാറ്റി അതിൻ്റെ അകത്തേക്കാണ് എന്താ പറയുക തേങ്ങ പിന്നെ അരച്ചത് ഒഴിച്ചത്. നമ്മൾ കുറച്ച് വെള്ളത്തിലാട്ടോ തേങ്ങ അരച്ചെന്നാൽ നല്ലോണം അരയുള്ളൂ. അപ്പോൾ അതൊഴിച്ച്, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം നമ്മളൊന്ന് കഴുകി ഒഴിക്കുമല്ലോ, അതും ഒഴിച്ച്, പിന്നെ എക്സ്ട്രാ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ്. നമുക്ക് പാകം ഒരു വെള്ളം അറിയാമല്ലോ, അപ്പോൾ വെള്ളം കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു, പിന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടോ. തിളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി. എന്താ വെച്ചാൽ നമ്മളെ ജീരകവും പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും ബീഫ് മസാലയൊക്കെ കൂടായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് വറവിട്ടെടുക്കണം. അപ്പം ഇതൊന്ന് തിളക്കാനും വെച്ച്, എന്നിട്ട് വറവിടാൻ വേറൊരു ചട്ടിയും വെച്ചിട്ടോ. പിന്നെ ചെറിയുള്ളിയിലാണ് വറവിടുന്നത്. അപ്പോൾ ചെറിയുള്ളി കുഞ്ഞു കുഞ്ഞാക്കി മുറിച്ചിട്ടു. പിന്നെ വെളിച്ചെണ്ണയിൽ എന്താ പറയുക അതിട്ടു. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി മൂക്കുമ്പോൾ, അപ്പോൾ കുറച്ചൊന്ന് മൂത്ത് വരണം കേട്ടോ ഉള്ളി, എന്നാലാണ് നമുക്ക് ആ ഒരു നല്ലൊരു ചൊവയൊക്കെ കിട്ടുള്ളൂ. വല്ലാതെ കരിയണം എന്നല്ല, എന്നാലൊന്ന് ഒരു കളറൊക്കെ മാറി ഒന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് എല്ലാം വരുള്ളൂ. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു. പിന്നെ എന്താ പറയുക ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചു. അത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടോ.
അപ്പോൾ നമ്മളെ കറി കാണാനും സൂപ്പറാണ്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കറിയൊക്കെ ഏറ്റവും ഇഷ്ടം ഉഴുന്ന് ദോശയൊക്കെ കേട്ടോ. അപ്പോൾ ഉഴുന്ന് ദോശ തന്നണം നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ എന്താ പറയുക, രാവിലേക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ഇന്നിപ്പോൾ എന്തായാലും നരക്കാനും നേരമില്ല, അരച്ച് വെച്ചിട്ടും കാര്യമില്ലല്ലോ. രാവിലേക്ക് എന്തായാലും ഈ സമയത്തൊന്നും അരച്ചെന്തല്ല പൊന്തൊന്നുമില്ല. അങ്ങനെ എന്താ കറിയൊക്കെ അടിപൊളിയായി കിട്ടി. ഇനി കുറച്ച് മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ തേച്ച് വെച്ചിട്ട് പോയതാണ്, എന്നാൽ നല്ലോണം ഒന്നും പിടിക്കില്ല. അപ്പം ഞാൻ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിന് പുറത്തെടുത്ത് വെച്ചിരുന്നു, തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മസാല നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കൂലേ, അങ്ങനെയൊക്കെ ആക്കി എടുത്തതാ ചിക്കൻ പൊരിക്കാടുക കേട്ടോ. ഇതൊന്ന് പൊരിച്ചെടുത്ത് പിന്നെ മക്കൾസിന് ചോറ് വെച്ചാൽ വേഗം കൊടുക്കാമല്ലോ. അങ്ങനെ പിന്നെ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം. അതുപോലെ കമൻസൊക്കെ അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.